ആവി പറക്കണ കപ്പ പുഴുങ്ങിയത്. ഇവൾ എന്നോട് അടുപ്പത്ത് വെച്ചപ്പോൾ പറഞ്ഞതാ മറിക്കുമ്പോൾ ഒന്ന് പറയണോ. ഞാൻ വിട്ടുപോയി. ഇച്ചിരി പുറത്തേക്ക് പോകാനുള്ള ധൃതി ഉള്ളത് കൊണ്ട്, നനയ്ക്കാൻ പോകാനുള്ള ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറിച്ചിട്ടതേ അടിയിൽ വെള്ളം ഊറി കിടക്കണം. ആവി പറക്കണതേ കപ്പ പുഴുങ്ങിയത്. ഇന്ന് കപ്പ പുഴുങ്ങിയത് മുളക് ചമ്മന്തിയാട്ടോ വൈകിട്ടത്തേക്ക്. എൻ്റെ മുഖം പിടിക്കണ്ട, വേർതിരിക്കുക. ചെടി നനയ്ക്കാൻ പോവാതാ. നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി പറഞ്ഞ പോലെ തൈര് ചേർത്തിട്ടുണ്ട്. എങ്ങനെയാന്ന് അപ്പയുടെ ഒക്കെ കഴിക്കുമ്പോൾ ചോദിക്കാട്ടോ. വാളംപുളിക്ക് പകരം ചതച്ച മുളക് പൊടി, ചുമന്നുള്ളി, ഉപ്പ്, തൈര്. കുഴപ്പമില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അല്ല, പുളിയുടെ ഒരു പുളിപ്പ ഇട്ടിട്ടുണ്ട്. നിനക്ക് കഴിക്കാൻ എടുക്കണതാ കേട്ടോ. ഞാൻ എനിക്ക് ചൂടോടുകൂടി മതിയോ? ചൂടോടുകൂടിയൊന്നും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാ. ശരീരത്തിനും ചൂട്, കപ്പയ്ക്കും ചൂട്. ഇടട്ടെ ഇച്ചിരി ചമ്മന്തി. ഒരു വെറൈറ്റി ചമ്മന്തി. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ തൈര് ഒഴിക്കുന്നത്. പുളിക്ക് പകരം തൈര് ചേർത്താ പുളിപ്പുണ്ട. നല്ലതാട്ടോ ചമ്മന്തി. സാധാരണ വാളംപുളിയാ ചേർക്കാറ്. കഴിച്ചോട്ടോ. സംഭവം നല്ലായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇത്തിരി എരിവ് മുന്നിലായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ എരിവ് നന്നായിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ അധികം ഫീൽ ചെയ്യാറില്ല. പക്ഷേ തൈര് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് നന്നായി തോന്നിയിരുന്നു. പക്ഷേ എരിവ് മുന്നിലായിട്ട് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. എനിക്ക് എരിവ് ഇത്തിരി പ്രശ്നമായതുകൊണ്ടായിരിക്കാം അത് തോന്നിയത്. എനിവേസ്, താങ്ക് യു.